So hi friends, എല്ലാവർക്കും അൺഅക്കാഡമിയിലേക്ക് സ്വാഗതം. അൺഅക്കാഡമി PSC ആസ്പിറൻസിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത ചാനലാണ് ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസ്. ഓക്കെ, സോ അൺഅക്കാഡമി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ്. അങ്ങനെയുള്ള അൺഅക്കാഡമി PSC ആസ്പിറൻസിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത ഒരു എക്സ്ക്ലൂസീവ് ചാനലാണ് ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസ്. നിങ്ങൾ ഇതിലൊരു പ്ലസ് സബ്സ്ക്രിപ്ഷൻ അൺഅക്കാഡമി പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ അൺഅക്കാഡമി പ്ലസിലുള്ള അൺലിമിറ്റഡ് അക്കാഡമിക് കണ്ടന്റ്സ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. എന്നെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ സെൽഫ് ഇൻട്രൊഡക്ഷൻ. എൻ്റെ പേര് അരുൺ ശിവരാമൻ എന്നാണ്. ഞാൻ 3 വർഷത്തിലധികമായി പൊളിറ്റി, ജോഗ്രഫി, കേരള ഹിസ്റ്ററി തുടങ്ങിയ സബ്ജക്ട്സ് UPSC ആസ്പിറൻസിനും അതുപോലെ തന്നെ PSC ആസ്പിറൻസിനും വേണ്ടി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ദെൻ അൺഅക്കാഡമി പ്ലസ് എടുക്കുന്നത് കൊണ്ട് എന്ത് അഡീഷണൽ ബെനിഫിറ്റ് ആണ് ഒരു ആസ്പിറന്റിന് ഉണ്ടാവുക എന്ന് നമുക്ക് പരിശോധിക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ലൈവ് ക്ലാസ്സസ് ആണ്. അതായത് നമുക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാനോ ഏതെങ്കിലും ഒരു കോഴ്സ് എടുക്കാനോ ഒക്കെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമാണ്. എന്നാൽ ആ കാലഘട്ടത്തിലും ഒരു പ്രോപ്പർ ക്ലാസ് റൂം എൻവറോൺമെന്റ് തന്നെ അൺഅക്കാഡമി നിങ്ങൾക്ക് വേണ്ടി റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ അൺഅക്കാഡമി പ്ലസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് ആണ് അവൈലബിൾ ആയിട്ടിരിക്കുക. ആ ലൈവ് ക്ലാസ്സസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എഡ്യൂക്കേറ്ററോട് സംശയങ്ങൾ ചോദിക്കാം, നിങ്ങളുടെ കൺസെപ്റ്റിൽ ക്ലാരിറ്റികൾ വരുത്താം. ഓക്കെ, ദെൻ സെക്കൻഡ് എന്ന് പറയുന്നത് സ്ട്രക്ചേർഡ് കോഴ്സാണ്. നമ്മൾ പലപ്പോഴും ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നേരിടുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ സിലബസ് എന്താണെന്നുള്ളത് അറിയില്ല, അല്ലെങ്കിൽ എത്ര ഡെപ്തിൽ പഠിക്കണം എന്നുള്ളത് അറിയില്ല, ഏതൊക്കെയാണ് സ്റ്റഡി മെറ്റീരിയൽസ് എന്ന കാര്യം അറിയില്ല. അപ്പൊ അതെല്ലാം അറേഞ്ച് ചെയ്യാൻ തന്നെ നമുക്ക് ധാരാളം സമയം വേണം, അല്ലെ? ബട്ട് അൺഅക്കാഡമി പ്ലസിൽ നിങ്ങൾക്ക് അതിന്റെ യാതൊരു ആവശ്യവും വരുന്നില്ല. അൺഅക്കാഡമി പ്ലസ് നിങ്ങൾക്ക് വേണ്ടി ആ കാര്യങ്ങളെല്ലാം, നിങ്ങളുടെ എക്സാമിനേഷന് വേണ്ട എല്ലാ കാര്യങ്ങളും അൺഅക്കാഡമി പ്ലസ് ചെയ്തു തരുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് അനാവശ്യ സമയ നഷ്ടം ഒഴിവായി കിട്ടും. ദെൻ ലൈവ് ടെസ്റ്റ് ആൻഡ് ക്വിസസ്. നമ്മൾ ഏത് എക്സാമിന് എത്ര അളവിൽ പഠിച്ചാലും നമുക്ക് എന്താണ്, മോക്ക് ടെസ്റ്റുകൾ എടുത്തില്ലെങ്കിൽ എക്സാം ഹാളിൽ എത്തുന്ന സമയത്ത് എന്തായിരിക്കും, നമ്മളെ ടൈം മാനേജ്മെന്റ് എല്ലാം പാളിപ്പോവും. ഒരുപാട് ഉത്തരങ്ങൾ നമുക്ക് നെഗറ്റീവ് അടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അൺഅക്കാഡമി പ്ലസിൽ നിങ്ങൾക്ക് ധാരാളം ലൈവ് ടെസ്റ്റുകൾ ഉണ്ട്. ആ ലൈവ് ടെസ്റ്റുകൾ നിങ്ങൾ എടുക്കുക. പിന്നെയുള്ളതാണ് അൺലിമിറ്റഡ് ആക്സസ്. അതായത് നിങ്ങൾക്ക് അൺഅക്കാഡമി പ്ലസ് കണ്ടന്റ്സ്, ഓക്കെ, അതെന്ത് ചെയ്യാൻ സാധിക്കും? ഒരു പ്ലസ് അക്കൗണ്ടിലൂടെ തന്നെ നിങ്ങൾക്ക് എത്ര ഡിവൈസുകളിൽ നിന്ന് വേണമെങ്കിലും അൺഅക്കാഡമിയുടെ കണ്ടന്റ് ആക്സസ് ചെയ്യാൻ സാധിക്കും. അൺഅക്കാഡമിയുടെ സബ്സ്ക്രിപ്ഷൻ പ്ലാൻസ് 350 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ എല്ലാവരും ഒരു പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കുക. സോ ദെൻ ഇത് അൺഅക്കാഡമിയുടെ ലൈവ് ക്ലാസ്സസിന്റെ ഒരു ടെംപ്ലേറ്റ് ആണ്. നോക്കൂ, വിവിധ സബ്ജക്റ്റുകൾക്ക് വേണ്ടി ഡെസിഗ്നേറ്റഡ് ഫാക്കൽറ്റീസിനെ തന്നെ അൺഅക്കാഡമി ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. MCQs, സയൻസ് ആൻഡ് ടെക്നോളജിയിലെ റിപ്പീറ്റിംഗ് MCQs, അതുപോലെ തന്നെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് ഡിസ്കഷൻ, സ്ട്രാറ്റജി പ്രിപ്പറേഷൻ, ഓക്കെ, ദെൻ മോഡൽ എക്സാംസിന്റെ ഡിസ്കഷൻ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അൺഅക്കാഡമി പ്ലസിൽ നടക്കുന്നുണ്ട്, ലൈവ് ആയിട്ട് തന്നെ നടക്കുന്നുണ്ട്. ഓക്കെ, സോ അതിനെല്ലാം വേണ്ടി നിങ്ങൾ ഒരു പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കുക. ദെൻ ഇത് അൺഅക്കാഡമി പ്ലസിലെ അല്ലെങ്കിൽ അൺഅക്കാഡമിയിലെ ലീഡിംഗ് എഡ്യൂക്കേറ്റേഴ്സിന്റെ ഒരു ഡാഷ്ബോർഡാണ്. ഇവരിൽ പലരെയും നിങ്ങൾക്ക് പരിചയമുണ്ടാവും. ഇവരിൽ പലരുടെയും ക്ലാസ്സുകൾ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അല്ലെ? നിങ്ങളുടെ പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവും. ബട്ട് അവരുടെ കംപ്ലീറ്റ് ആൻഡ് കോംപ്രിഹെൻസീവ് ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ ജസ്റ്റ് അൺഅക്കാഡമി പ്ലസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇവരുടെ ഫുൾ കോഴ്സസ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. ദെൻ ഇത് വിവിധ എക്സാംസിന് വേണ്ടി അൺഅക്കാഡമി സ്റ്റാർട്ട് ചെയ്ത ബാച്ച് കോഴ്സസിന്റെ ഒരു ടെംപ്ലേറ്റ് ആണ്. നോക്കൂ, LDC പ്രിപ്പറേഷൻ ഇൻ 90 ഡേയ്സ്, LP-UP ഇൻ 90 ഡേയ്സ്. ഓക്കെ, അപ്പോൾ ഓരോ എക്സാമിന് വേണ്ടിയിട്ടും അൺഅക്കാഡമി എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ എന്ത് അക്കാഡമിക് ആയിട്ടുള്ള ആവശ്യവും അൺഅക്കാഡമിയുടെ ആ ബാച്ച് ടീം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നതായിരിക്കും. ജസ്റ്റ് ഇതിനു വേണ്ടി ചെയ്യേണ്ടത് നിങ്ങൾ ഒരു പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കുക എന്ന കാര്യം മാത്രമാണ്. ദെൻ മറ്റ് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ സിലബസിന്റെ കാര്യം നേരത്തെ ഡിസ്കസ് ചെയ്തു. ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. ഇതിന്റെ ഒരു
ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിൾ ആയ ഒരു ടോപ്പിക്കാണ്, എന്നാൽ പല ആസ്പിറൻസിനും ഇത് ഒരു വലിയ പ്രശ്നമാണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് പലപ്പോഴും നോൺ മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നെല്ലാം വരുന്ന ആസ്പിറൻസിന് ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള ഏരിയ ആയിരിക്കും. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഷുവർ ആയിട്ട് കിട്ടേണ്ട ഒരു 10-15 മാർക്സ് നിങ്ങൾക്ക് നഷ്ടപ്പെടാം. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റുക എന്നുള്ള മോഹം സഫലമാകാതെ വരും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് അൺഅക്കാഡമി പ്ലസ് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ 160-ലധികം കോഴ്സസ് നിങ്ങൾക്ക് വേണ്ടി അൺഅക്കാഡമിയുടെ പ്ലസിന്റെ കളക്ഷനിലുണ്ട്. നിങ്ങൾക്കത് ഏത് എഡ്യൂക്കേറ്ററെ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ബാങ്ക് എക്സാംസിനും അതുപോലെ തന്നെ SSCക്കും എല്ലാം വേണ്ടി ക്ലാസ് എടുക്കുന്ന ആസ്പിറൻസ് ആണ് അൺഅക്കാഡമി പ്ലസിൽ ആപ്റ്റിറ്റ്യൂഡ് ഹാൻഡിൽ ചെയ്യുന്നത്. സോ തീർച്ചയായിട്ടും വളരെ ഒരു അഡ്വാൻസ്ഡ് ലെവൽ തന്നെ നിങ്ങൾക്ക് എന്തിൽ നേടാൻ സാധിക്കും, ഈ പറയുന്ന ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് സെഷനിൽ നേടാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ലാംഗ്വേജിന്റെ പ്രശ്നവും. ലാംഗ്വേജ് എന്ന് പറയുന്നതും വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്, ഫുൾ മാർക്ക് നേടാൻ പറ്റുന്ന ഒരു സെഗ്മെന്റ് ആണ്. ബട്ട് നിങ്ങളുടെ ചിലർക്ക് സഹജമായിട്ട് ലാംഗ്വേജിനോടൊക്കെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്താണ് ലാംഗ്വേജിലെ മാർക്കുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അൺഅക്കാഡമി പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യുക, അതുവഴി നിങ്ങളുടെ ലാംഗ്വേജിലുള്ള മാർക്ക് ഫുൾ ആയിട്ട് സെക്യൂർ ചെയ്യുക. ഓക്കെ, then അൺഅക്കാഡമിയുടെ മറ്റ് അഡ്വാൻറ്റേജസ് ആണ്, അൺഅക്കാഡമിയിൽ എന്തില്ല, ലാംഗ്വേജ് ബാരിയർ എന്ന ഒരു പ്രശ്നമേ ഇല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ റീജിയണൽ ലാംഗ്വേജിൽ തന്നെ എന്ത് കിട്ടുന്നുണ്ട്, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ക്ലാസ്സസ്, ഇഷ്ടപ്പെട്ട കോഴ്സസ് നിങ്ങളുടെ റീജിയണൽ ലാംഗ്വേജിൽ തന്നെ കിട്ടും. അപ്പോൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർ, മലയാളം മീഡിയത്തിൽ പഠിച്ചവരോ അല്ലാത്തവരോ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർക്കും അൺഅക്കാഡമി എന്ന് പറയുന്നത് എന്താണ്, തീർച്ചയായിട്ടും ഒരു അനുഗ്രഹം തന്നെയാണ്. ദെൻ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഷെഡ്യൂൾ നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് പഠിക്കാം. ഓക്കെ, അതാണ് ഏറ്റവും വലിയൊരു ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. അതുവഴി നിങ്ങൾക്ക് ക്ലാസ്സസ് ഡൗൺലോഡ് ചെയ്ത് വെച്ച് എവിടെ ഇരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് കണ്ട് പഠിക്കാം. സോ ഇതൊക്കെയാണ് അൺഅക്കാഡമിയുടെ മറ്റ് അഡ്വാൻറ്റേജസ്. ദെൻ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം, എഡ്യൂക്കേറ്ററുമായി ഇന്ററാക്ട് ചെയ്യാം. ഓൾസോ ലൈവ് പോൾസ് ഉണ്ട് അല്ലെ. നോക്കൂ, ലൈവ് പോൾസ് നോക്കൂ എന്തൊക്കെയാണ്. നമ്മളിപ്പോൾ ലൈവ് ആയിട്ട് തന്നെ എഡ്യൂക്കേറ്റർ ഒരു ക്വസ്റ്റ്യൻ ഇടും, ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ലൈവ് ആയിട്ട് തന്നെ ആൻസർ ചെയ്ത് നിങ്ങളുടെ പൊസിഷൻ എന്താണെന്നുള്ളത് കാര്യമെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. സോ ദെൻ ഇതാണ് നമ്മളുടെ അൺഅക്കാഡമിയുടെ എക്സാമിനേഷൻ ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. നോക്കൂ, ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് തന്നെ, നിങ്ങളൊരു എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് തന്നെ അൺഅക്കാഡമി നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു, ഓക്കെ, എത്ര അൺഅറ്റൻഡഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൽ എത്ര ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിരുന്നു, ദെൻ എത്ര ക്വസ്റ്റ്യൻസ്, എത്ര ആൻസേഴ്സ് റോങ് ആയി, ദെൻ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ എടുക്കുന്നതിന് എടുത്ത ആവറേജ് ടൈം എത്രയാണ്, നിങ്ങളുടെ പൊസിഷൻ എത്രയാണ്, ടോപ്പറുടെ പൊസിഷൻ എത്രയാണ്. ഇപ്പൊ ഇത്രയും ഒരു വലിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് തന്നെ അൺഅക്കാഡമി തരും. ദെൻ ഓൾസോ സ്റ്റഡി മെറ്റീരിയൽസ്, PDFs, PPTs എല്ലാം നിങ്ങൾക്ക് റെഡിലി അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ ഇതിനൊന്നും പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല. ലാസ്റ്റ് മിനിറ്റ് റിവിഷനോ അല്ലെങ്കിൽ നിങ്ങളുടെ റൂട്ടീൻ റിവിഷനോ വേണ്ട എല്ലാ കാര്യങ്ങളും അൺഅക്കാഡമി നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യും. ദെൻ അൺഅക്കാഡമിയുടെ സബ്സ്ക്രിപ്ഷൻ പ്ലാൻസ് നമുക്കൊന്ന് നോക്കാം. നമുക്ക് 1 മാസം തൊട്ട് 2 വർഷം, അതായത് 24 മാസം വരെ നീണ്ടു നിൽക്കുന്ന സബ്സ്ക്രിപ്ഷൻ പ്ലാൻ ഉണ്ട്. സോ നമ്മുടെ സ്റ്റാർട്ടർ പ്ലാനിന്റെ ചാർജ് എന്ന് പറയുന്നത് 1260 ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് അൺഅക്കാഡമി പ്ലാറ്റ്ഫോം ഒന്ന് പരിചയപ്പെടുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ട്രൈ കൊടുക്കാനോ ഉള്ള ഉദ്ദേശമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ ഈ സ്റ്റാർട്ടർ പാക്ക് എടുക്കുക. ദെൻ നിങ്ങൾക്ക് ആ 1 മാസം നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മറ്റ് പാക്കുകൾ എടുക്കാം. അതെല്ലാം നിങ്ങൾ ഇനി വരുന്ന ഒരു 3 മാസത്തിനുള്ളിൽ വരുന്ന ഏതെങ്കിലും എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും ഈ 3 months പാക്ക് എടുക്കാം. അപ്പോൾ ഒരു 90 ഡേയ്സിനകത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷന്റെ കംപ്ലീറ്റ് കവറേജ് അൺഅക്കാഡമി പ്ലസിലൂടെ നടക്കും. അതിന്റെ ചാർജ് എന്ന് പറയുന്നത് വെറും 3150 റുപ്പീസ് മാത്രമേ ഉള്ളൂ. ദെൻ 6 മാസത്തെ നമ്മളുടെ ക്ലാസിന്റെ ഫീസ് എന്ന് പറയുന്നത് 5040 റുപ്പീസ് ആണുള്ളത്. പെർ മന്ത് വെറും 840 റുപ്പീസ്. ദെൻ നിങ്ങൾ ഒരു അക്കാഡമിക് ഇയറിലെ മുഴുവൻ എക്സാംസും എടുക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ 6300 റുപ്പീസിന്റെ പാക്കേജ് ആണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വെറും മാസം 525 രൂപ മാത്രമേ വരുള്ളൂ.
ദെൻ നിങ്ങളൊരു ലോങ് ടേം പ്രിപ്പറേഷൻ ആഗ്രഹിക്കുന്ന ഒരു ആസ്പിരൻ്റ് ആണ്, ഒരു 2 വർഷമോ അതിൽ കൂടുതലോ ഒക്കെ, അല്ലെങ്കിൽ 1 വർഷത്തിലധികം നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷന് വേണ്ടി മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും 7560 ഈ പ്ലാനാണ് നിങ്ങൾക്ക് ഏറ്റവും എക്കണോമിക്കൽ ആയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വെറും മാസം 315 രൂപ മാറ്റി വെച്ചാൽ മതി. ദെൻ ഇതിന്റെ വലിയ പ്ലാൻസ് ആയ 5600, 6000, 7000 പ്ലാൻസ് എല്ലാം ഒറ്റ അടിക്ക് തന്നെ പൈസ കൊടുക്കണമെന്നില്ല. EMI ഓപ്ഷൻ, നോ കോസ്റ്റ് EMI ഓപ്ഷൻ അവൈലബിൾ ആണ്. ഓക്കെ, 6 months, 12 months, 24 months സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് EMI ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഫിനാൻഷ്യൽ ക്രഞ്ച് നിങ്ങൾ അക്കാഡമി സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഉണ്ടാവില്ല. ദെൻ ഇതിൽ നിങ്ങളുടെ ഈ ചാർജിന് പുറമെ നിങ്ങൾക്ക് അഡീഷണലി ഒരു 10% ഓഫ് കൂടെ കിട്ടാനുള്ള ഒരു അവസരമുണ്ട്. നിങ്ങൾ അക്കാഡമി പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ Arun01 എന്ന ഈ കോഡ് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അഗെയിൻ ഒരു 10% ഓഫ് കൂടെ കിട്ടും. അപ്പോൾ എൻ്റെ കോഡ് മറക്കണ്ട, എൻ്റെ സബ്സ്ക്രിപ്ഷൻ കോഡ് എന്ന് പറയുന്നത് Arun01 ആണ്. ദെൻ നമ്മളുടെ ക്ലാസ്സിലേക്ക് നമുക്ക് മടങ്ങി വരാം. സോ നമ്മളുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട ക്ലാസ് ആണ്. അപ്പോൾ കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ, ഓക്കെ, സോഷ്യോ പൊളിറ്റിക്കൽ മൂവ്മെന്റ്സിന്റെ ആദ്യ ഭാഗമാണ്. കേരള നവോത്ഥാനവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ തന്നെ ഒരു തീമാണ് സോഷ്യോ പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ് അല്ലെ. എന്തെല്ലാം മൂവ്മെന്റ്സ് ആണ് ഉണ്ടായത്, ആരാണ് അത് സ്പിയർ ഹെഡ് ചെയ്തത്, എന്തായിരുന്നു അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, ദെൻ ഏത് വർഷമാണ് സ്റ്റാർട്ട് ചെയ്തത്, ദെൻ റിലേറ്റഡ് പേഴ്സണാലിറ്റീസ് ആരൊക്കെയാണ്, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും മുദ്രാവാക്യം ഉണ്ട് എങ്കിൽ ആ മുദ്രാവാക്യം എന്തായിരുന്നു, അതിന്റെ പ്രധാനപ്പെട്ട തീം എന്തായിരുന്നു, അത്തരം കാര്യങ്ങളാണ് നമ്മളതിൽ പഠിക്കുക. സോ ഇത് ഒരു 2 ഭാഗമായിട്ടാണ് നമ്മൾ കേരള റിനൈസൻസ് സോഷ്യോ പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന്റെ SI ബാച്ചിന്റെ ആദ്യത്തെ ഭാഗമാണ് നമ്മളിന്ന് എടുക്കുന്നത്. ഓക്കെ, ദെൻ നമ്മൾ കുറച്ച് ഫാക്റ്റുകളും പഠിക്കും, തുടർന്ന് അതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്യും. ദെൻ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ PSCയുടെ കേരള ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കൂടെ നമുക്കൊന്ന് ചെയ്യാം. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പഠിക്കേണ്ട റിവോൾട്ട് എന്ന് പറയുന്നത് 5 തെങ്ങ് റിവോൾട്ടാണ്. നമുക്കറിയാം 5 തെങ്ങ് എന്ന് പറഞ്ഞാൽ അവിടെയാണ്, ട്രിവാൻഡ്രത്താണുള്ളത്. ഓക്കെ, സോ എന്താണ് 5 തെങ്ങ് റിവോൾട്ടിന്റെ അടിസ്ഥാനം, അല്ലെങ്കിൽ 5 തെങ്ങ് അപ്രൈസിംഗ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അതിന്റെ കൺസെപ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ബ്രിട്ടീഷുകാരും തദ്ദേശീയരായവരും, അതായത് 5 തെങ്ങ് നിവാസികളുമായി ഉണ്ടായ ചില ഫ്രിക്ഷൻ ആണ് ഈ പറയുന്ന 5 തെങ്ങ് റിവോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതിന്റെ ഭാഗമായി 5 തെങ്ങ് കോട്ട ഉപരോധിക്കുന്ന പരിപാടികളെല്ലാം ഉണ്ടായി. ഓക്കെ, ഒരു 3 മാസത്തോളം 5 തെങ്ങ് കോട്ട ഉപരോധിച്ചു. ദെൻ പുറത്തുനിന്ന് ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ അധിക സൈനിക ശേഷി വന്ന ശേഷമാണ് ആ ഒരു ഉപരോധം എല്ലാം അവസാനിച്ചത്. ഓക്കെ, അപ്പോൾ തദ്ദേശീയമായിട്ടുണ്ടായ പ്രശ്നങ്ങളാണ് വ്യാപാരം, കുരുമുളക് വ്യാപാരത്തിന്റെയൊക്കെ ഭാഗമായിട്ടുണ്ടായ ചില പ്രശ്നങ്ങളാണ് 5 തെങ്ങ് കലാപത്തിലേക്ക് നയിച്ചത്. ദെൻ 5 തെങ്ങ് കലാപത്തിന്റെ വർഷം എന്ന് പറയുന്നത് ഓർത്തു വയ്ക്കുക 1697 ആണ്. ഓക്കെ, 1697, അതായത് 17,000 നിന്ന് ഒരു 3 വർഷം കുറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ 16-ാം നൂറ്റാണ്ട് ആകുന്ന ആ ഒരു സമയം. ഓക്കെ, സോ ആ സമയത്താണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്, നമ്മളുടെ 5 തെങ്ങ് റിവോൾട്ട് ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയാണ് 5 തെങ്ങ് റിവോൾട്ടിനെ കുറിച്ച് പറയാനുള്ളത്. ദെൻ ഫസ്റ്റ് സെറ്റിൽമെന്റ് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഈ 5 തെങ്ങിലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു ആദ്യത്തെ സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം കേരള കോസ്റ്റിലൂടെ ആണല്ലോ ഈ പറയുന്ന വൈദേശികാധിപത്യം ഇന്ത്യയിൽ വന്നത്. അപ്പോൾ അതിന്റെ ആദ്യത്തെ സെറ്റിൽമെന്റ് ആണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ബ്രിട്ടീഷേഴ്സിന്റെ കമ്പനിയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യത്തെ സെറ്റിൽമെന്റ് കൂടെ ആയിരുന്നു 5 തെങ്ങ് എന്ന് പറയുന്നത്. അവരോടൊരു കോട്ടയെല്ലാം പണിതിട്ടുണ്ട്, 5 തെങ്ങ് കോട്ട. അതിനെക്കുറിച്ച് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡ് വരുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യുന്നതാണ്. ദെൻ ഉമയമ്മ റാണിയാണ് എന്ത് ചെയ്തത്, ബ്രിട്ടീഷുകാർക്ക് 5 തെങ്ങിൽ കോട്ട കെട്ടാനുള്ള അവകാശം കൊടുത്തത്. ആ റാണിയുടെ പേര് മറക്കരുത്, ആറ്റിങ്ങൽ റാണി ആയിരുന്ന ഉമയമ്മ റാണി. ഓക്കെ, ദെൻ നെക്സ്റ്റ് വിഴിഞ്ഞം.
അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു ആദ്യത്തെ ഫാക്ടറി, ഇന്ത്യയിലെ ഒരു ആദ്യത്തെ ഫാക്ടറി എന്ന് പറയുന്നത് എവിടെയാണ്? വിഴിഞ്ഞത്താണ്. അപ്പോൾ അതൊരു PSC ഫാക്റ്റ് ആണ്, അത് മറക്കരുത്. കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റ് ആണ്. ഓക്കെ, വിഴിഞ്ഞം. ഓക്കെ, വിഴിഞ്ഞത്താണ് ആദ്യമായിട്ട് എന്ത് വന്നത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു ഫാക്ടറി വന്നത്. ദെൻ 1690-ലാണ് 5 തെങ്ങിൽ കോട്ട കെട്ടാനുള്ള അവകാശം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൊടുത്തത്. ആരാണ് കൊടുത്തത്? ആരായിരിക്കാം കൊടുത്തത്? നമ്മളുടെ ഉമയമ്മ മഹാറാണി തന്നെയാണ് കൊടുത്തത്. ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്. ഓക്കെ, അത് റിസോൾവ് ചെയ്തു. നമുക്ക് ക്ലാസ്സിലേക്ക് മടങ്ങി പോവാം. ഓക്കെ, ഫൈൻ. സോ ആരാണ്? ഉമയമ്മ മഹാറാണി 1690-ലാണ് എന്ത് കൊടുത്തത്? 5 തെങ്ങിൽ കോട്ട കെട്ടാനുള്ള അവകാശം ബ്രിട്ടീഷുകാർക്ക് കൊടുത്തത്. ദെൻ അവരെപ്പോഴാണ് കെട്ടി കംപ്ലീറ്റ് ചെയ്തത്? 1695. അപ്പോൾ ഈ വർഷങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം. 1697, 1690, 1695. അപ്പൊ ഇതൊക്കെ ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട വർഷങ്ങളാണ്. ഇത് ജസ്റ്റ് ഒന്ന് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി ഒരു സിമ്പിൾ ട്രിക്ക് എന്ന് പറയുന്നത് എല്ലാം നമ്മളുടെ 16-ാം നൂറ്റാണ്ടിനോട് അടുപ്പിച്ച് വരുന്നതാണ്. അതായത് 17,000 അല്ലെ, ആ വർഷം എത്തുന്നതിന് അടുത്തുള്ള വർഷങ്ങളാണ്. അപ്പോൾ ഓപ്ഷനൊക്കെ തന്നു കഴിഞ്ഞാൽ, ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംഭവത്തിന്റെ ഓപ്ഷൻസ് ഒക്കെ തന്നു കഴിഞ്ഞാൽ, ഇപ്പൊ മറ്റു ഓപ്ഷനുകളൊക്കെ ഡിഫറെന്റ് ആണ്. ഒരു 1690-നോടൊക്കെ അടുക്കുന്ന അല്ലെങ്കിൽ 1690-ക്കൊക്കെ ശേഷമുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അത് പ്രൊസീഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ 16-ാം നൂറ്റാണ്ടിന്റെ അല്ലെങ്കിൽ 16-ാം നൂറ്റാണ്ട് ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് നടന്നിട്ടുള്ള സംഭവങ്ങളാണ്. 15-ാം നൂറ്റാണ്ടിന്റെ അവസാനമാണ് 5 തെങ്ങ് കലാപം നടക്കുന്നത്. ആ ഒരു ലോജിക്ക് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ അത് വെച്ച് ഓപ്ഷൻസ് ഒക്കെ ഡിഫറെന്റ് ഓപ്ഷൻസ് ആണെങ്കിൽ നമുക്ക് എടുക്കാം. ദെൻ 1697, 1698, 1699 അങ്ങനെ ഓപ്ഷൻ തരികയാണെങ്കിൽ നമുക്ക് ഈ ലോജിക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ 5 തെങ്ങിന്റെ ഫാക്ട്സ് എന്ന് പറയുന്നത്. ദെൻ അഞ്ചെങ്ങോ എന്നതായിരുന്നു 5 തെങ്ങിന്റെ ആദ്യത്തെ ഫോമർ നെയിം എന്ന് പറയുന്നത്. അപ്പൊ അത് അത്ര റെലവെന്റ് ആയ ഒരു ഫാക്ട് അല്ല, ബട്ട് എന്നാലും PSC ചോദിച്ചാൽ ചോദിക്കാം. അപ്പൊ അതും ഒന്ന് ഓർത്തു വയ്ക്കുക. സോ ദെൻ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. നമ്മളിപ്പോൾ ചെയ്ത കൺസെപ്റ്റ്, പഠിച്ച കൺസെപ്റ്റിനോട് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പെർമിഷൻ ടു ബിൽഡ് 5 തെങ്ങ് ഫോർട്ട് വാസ് ഗ്രാൻഡഡ് ഓൺ. നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. ഓപ്ഷൻ A 1695, ഓപ്ഷൻ B 1680, ഓപ്ഷൻ C 1690, ഓപ്ഷൻ D 1694. ഓക്കെ, ഏതാണ് ഓപ്ഷൻ? നമ്മളിപ്പോൾ പഠിച്ചുള്ളൂ ഓപ്ഷൻ C. 1690-ലാണ് പെർമിഷൻ കിട്ടിയത്. ദെൻ എപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്തത്? 1695-ലാണ് കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ, സോ അത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ദെൻ നെക്സ്റ്റ്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. താഴെ തന്ന സ്റ്റേറ്റ്മെന്റുകൾ പരിശോധിക്കുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ഉമയമ്മ റാണി. നമ്മൾ പഠിച്ചു ഉമയമ്മ റാണി എന്ന് പറഞ്ഞാൽ ആരാണ്? ആറ്റിങ്ങൽ റാണിയാണ്. 5 തെങ്ങ്. ഓക്കെ, അത് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുന്ന വിചാരിക്കും. നമുക്ക് സ്റ്റേറ്റ്മെന്റ് വായിക്കാം. ഉമയമ്മ റാണി ഗേവ് പെർമിഷൻ ടു സെറ്റ് അപ്പ് ഫാക്ടറി ഇൻ 5 തെങ്ങ്. അല്ലെ, നമ്മളിപ്പോൾ പഠിച്ചത് ഈ ഓപ്ഷൻ എന്താണ്? അപ്പം കറക്റ്റ് ആണ്. ദെൻ 5 തെങ്ങ് ഫോർട്ട് വാസ് ബിൽഡ് ഓൺ 1695. അല്ലെ, അതും കറക്റ്റ് ആണ്. കാരണം 16,90-ൽ അവർക്ക് പെർമിഷൻ കിട്ടി, 16,095-ൽ അവരെ കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കി. അപ്പോൾ 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ദെൻ ഈ ക്വസ്റ്റ്യന് താഴെ തന്ന വേർഡിങ് എന്താണെന്ന് കറക്റ്റ് ആയിട്ട് നോക്കണം. അപ്പോൾ ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറഞ്ഞത്. ചില ക്വസ്റ്റ്യൻസിൽ അത് എന്തായിരിക്കും? റോങ് സ്റ്റേറ്റ്മെന്റ് എന്നായിരിക്കും ചോദിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ വേർഡിങ് വളരെ സീരിയസ് ആയിട്ട് തന്നെ ശ്രദ്ധിക്കുക. സോ 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആയതുകൊണ്ട് ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ ബി, ബോത്ത് 1 and 2. ദെൻ ആറ്റിങ്ങൽ റിവോൾട്ട്. ഓക്കെ, ഇത് തമ്മിൽ കൺഫ്യൂസ് ചെയ്ത് പോകരുത്. 5 തെങ്ങ് കലാപവും ആറ്റിങ്ങൽ റിവോൾട്ടും തമ്മിൽ കൺഫ്യൂസ് ചെയ്ത് പോകരുത്. ആ വർഷം തന്നെ ഓർത്താൽ മതി. 5 തെങ്ങ് റിവോൾട്ടിന് ശേഷമാണ് ആറ്റിങ്ങൽ റിവോൾട്ട് നടക്കുന്നത്. അല്ലെ, ആറ്റിങ്ങൽ റിവോൾട്ട് എപ്പോഴാണ്? 1721, 1721. ഓക്കെ, 1721 ആണ്. അതായത് നമ്മുടെ 16-ാം നൂറ്റാണ്ട് തുടങ്ങി 21 വർഷം കഴിഞ്ഞ ശേഷമാണ് ആറ്റിങ്ങൽ റിവോൾട്ട് നടക്കുന്നത്. ഓക്കെ, ദെൻ ആറ്റിങ്ങൽ റിവോൾട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിതമായ ഒരു മൂവ്മെന്റ് ആയിരുന്നു. അല്ലെ, നമ്മൾ പ്രതിഷേധം എന്ന് പോലും പറയാൻ പറ്റില്ല, ഒരു പ്രോപ്പർ മൂവ്മെന്റ് തന്നെയായിരുന്നു ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്. 1721 വയലന്റ് ആയിരുന്നു കേട്ടോ. ഹിംസാത്മകമായ സംഭവമാണ് ആറ്റിങ്ങൽ റിവോൾട്ട് എന്ന് പറയുന്നത്, സമാധാനപരമായ പ്രക്ഷോഭമല്ല. അപ്പൊ അതിന്റെ
സംഭവം അതിന്റെ നാൾവഴികൾ എന്ന് പറയുകയാണെങ്കിൽ ആറ്റിങ്ങൽ അമ്മ അല്ലെങ്കിൽ ആറ്റിങ്ങൽ മഹാറാണിമാരുടെ പ്രീതി പിടിച്ചു പറ്റുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് ഓഫീസേഴ്സ് എന്ത് ചെയ്യാറുണ്ട്, അവർക്ക് ധാരാളം ഗിഫ്റ്റുകൾ അല്ലെ, ധാരാളം സമ്മാനങ്ങളൊക്കെ അയച്ചു കൊടുക്കാറുണ്ട്. പക്ഷെ ആ നാട്ടിലെ പ്രമാണിമാര് എന്താണ് അതിനെ എതിർത്തു. ആറ്റിങ്ങൽ റാണിക്ക് കൊടുക്കുന്ന സമ്മാനങ്ങളെല്ലാം തങ്ങൾ മുഖേനേ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് അവർ വാശി പിടിച്ചു. എന്നാൽ ബ്രിട്ടീഷുകാർ അതിനെ വെല്ലുവിളിച്ച് ഗിഫോർഡിന്റെ നേതൃത്വത്തിൽ 140-ലധികം ബ്രിട്ടീഷ് പടയാളികൾ എന്താണ് ആറ്റിങ്ങൽ കൊട്ടാരത്തിലേക്ക് മാർച്ച് ചെയ്തു പോവുകയാണ് റാണിക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടി. അപ്പൊ ഇതെന്തായി, അവിടുത്തെ തദ്ദേശീയരെ വലിയ രീതിയിൽ പ്രൊവോക്ക് ചെയ്യുകയും അവരെ മുഴുവൻ കൊന്നുകളയുകയാണ് ചെയ്തത്. അതായത് ആ ബ്രിട്ടീഷ് ആർമിയിലെ 100-ലധികം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഗിഫോർഡ് എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് ഓഫീസർ പോലെ അതിൽ കൊല്ലപ്പെട്ടു. അപ്പോൾ വളരെ രക്തരൂക്ഷിതമായ ഒരു മുന്നേറ്റമായിരുന്നു ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്. അഞ്ചുതെങ്ങ് റിവോൾട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഉപരോധം മാത്രമാണ്. ഓക്കെ, ദെൻ അതിനുശേഷമാണ് ആറ്റിങ്ങൽ റിവോൾട്ടിന് ശേഷമാണ് വേണാട് ട്രീറ്റി സൈൻ ചെയ്തത്. 1723 ട്രീറ്റി ഓഫ് വേണാട് സൈൻ ചെയ്തത്. ആരൊക്കെ തമ്മിലാണ് വേണാട് ട്രീറ്റി സൈൻ ചെയ്തത്? ബ്രിട്ടീഷ് ഓഫീസർ ആയിരുന്ന അലക്സാണ്ടർ ഓമും അതുപോലെ തന്നെ മാർത്താണ്ഡവർമ്മയും, തിരുവിതാംകൂറിന്റെ സ്ഥാപക രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമും ചേർന്നാണ് വേണാട് ട്രീറ്റി സൈൻ ചെയ്തത്. ആ ട്രീറ്റിയുടെ പ്രൊവിഷൻ അല്ലെങ്കിൽ ആ ട്രീറ്റിയുടെ രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാർത്താണ്ഡവർമ്മയ്ക്ക് 8 വീട്ടിൽ പിള്ളമാരെ എല്ലാം ഒതുക്കുന്നതിന് വേണ്ടിയിട്ടും അദ്ദേഹത്തിന്റെ രാജ്യാധികാരം കൺസോളിഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ബ്രിട്ടീഷുകാരുടെ സഹായം ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു രാഷ്ട്രീയ ഉദ്ദേശം കൂടെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം വേണാട് ട്രീറ്റി സൈൻ ചെയ്തത്. വേണാട് ട്രീറ്റിയുടെ പ്രൊവിഷൻ പ്രകാരം കൊളച്ചലിൽ ഒരു കോട്ട മാർത്താണ്ഡവർമ്മ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ തിരുവിതാംകൂറിന്റെ പൈസ ഉപയോഗിച്ച് ബ്രിട്ടീഷുകാർക്ക് നിർമ്മിച്ചു കൊടുക്കുകയും ബ്രിട്ടീഷുകാര് അതിലെന്താണ് ആയുധങ്ങളും മറ്റും വെച്ചോളാം, എന്തെങ്കിലും ഒരു യുദ്ധമോ മറ്റോ ഉണ്ടായാൽ തിരുവിതാംകൂറിനെ സഹായിച്ചോളാം. അതൊക്കെയാണ് വേണാട് ട്രീറ്റിയുടെ ജനറൽ പ്രൊവിഷൻസ്. 1723 വേണാട് ട്രീറ്റി സൈൻ ചെയ്തത്. ബിറ്റ്വീൻ മാർത്താണ്ഡവർമ്മയും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള ഒന്നാണ്. ഓക്കെ, ദെൻ അടുത്ത കലാപമാണ് നമ്മളുടെ കുറിച്യ കലാപം എന്ന് പറയുന്നത്. അപ്പൊ അതൊരു ട്രൈബൽ കലാപമാണ്. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കുറിച്യ എന്നൊക്കെ പറയുമ്പോൾ എന്താ, അതൊരു ട്രൈബൽ ഗ്രൂപ്പാണ് അല്ലെ. അപ്പൊ ആ ഒരു ലോജിക്ക് യൂസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് കിട്ടും. കുറിച്യ കലാപം എന്ന് പറയുന്നത് എന്തായിരുന്നു, ഒരു ട്രൈബൽ റിവോൾട്ട് ആയിരുന്നു. ദെൻ വർഷം 1812. ഓക്കെ, 1812 കുറിച്യ കലാപം തുടങ്ങിയത്. ദെൻ കുറിച്യ കലാപത്തിന്റെ കാരണം എന്തായിരുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതായത് ബ്രിട്ടീഷുകാരുടെ റവന്യൂ കളക്ഷൻ, ബ്രിട്ടീഷുകാരുടെ നികുതി കുറിച്യ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ നിന്നെല്ലാം കുറിച്യ കമ്മ്യൂണിറ്റിയിൽ നിന്ന് സ്വീകരിച്ചിരുന്നത് പണമായിട്ടല്ല, മറ്റു വസ്തുവകകളോ അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാർ എന്താണ്, പൈസയായിട്ട് റവന്യൂ ശേഖരിക്കാൻ തുടങ്ങിയതുകൊണ്ട് തീർച്ചയായിട്ടും കുറിച്യർക്കിടയിൽ വലിയൊരു അസംതൃപ്തി ഉണ്ടായി. അപ്പൊ അവരെന്ത് ചെയ്തു, കലാപത്തിൽ ഏർപ്പെട്ടു. പ്രധാനമായിട്ടും കുറിച്യ കമ്മ്യൂണിറ്റിയും അതുപോലെ തന്നെ കുറുമ്പ കമ്മ്യൂണിറ്റിയാണ് എന്ത് ചെയ്തത്, ഈ പറയുന്ന കലാപത്തിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അത് ചോദിക്കാം, കുറിച്യ റിവോൾട്ട് ലീഡ് ചെയ്തത് ആരാണെന്ന് ചോദിക്കാം. തീർച്ചയായിട്ടും കുറിച്യ റിവോൾട്ട് കുറിച്യാസ് മാത്രമല്ല കുറുമ്പാസ് കൂടെ ആ റിവോൾട്ട് അല്ലെങ്കിൽ ആ റിവോൾട്ടിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ ക്വസ്റ്റ്യൻ നോക്കൂ, കുറിച്യ റിവോൾട്ട് ഒക്കേർഡ് ഇൻ എ, നമ്മളിപ്പോ പഠിച്ചേ ഉള്ളൂ 1812. 1821 1812 കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി തന്നെ തിരിച്ചിട്ടതാണ്. ഓക്കെ, ആ 1 ഉം 2 അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരിക്കലും ആൻസർ മാറിപ്പോകരുത് എന്നുള്ളത് കൊണ്ടാണ് അത് ചെയ്തത്. സോ കുറിച്യ കലാപം ഏതാണ്, ആൻസർ ഏതാണ്, ഓപ്ഷൻ ബി അല്ലെ, 1812 കുറിച്യ കലാപം നടന്നത് 1812. 1821 അല്ല. ഈ ക്വസ്റ്റ്യന്റെ ലാസ്റ്റ് 1 കാണുമ്പോൾ കൺഫ്യൂഷൻ വന്നു പോകരുത്. 1812 കുറിച്യ കലാപം നടന്നത്. Then next question, consider the statements about കുറിച്യ revolt. Okay, കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ പരിശോധിക്കുക. It was a resistance against the revenue collection of the British. അല്ലെ, ബ്രിട്ടീഷുകാരുടെ നികുതി പിരിവിനെതിരെ നടന്ന അല്ലെങ്കിൽ നികുതി ഈടാക്കുന്ന രീതിക്ക് എതിരെ നടന്ന ഒരു പ്രതിരോധമായിരുന്നു കുറിച്യ കലാപം എന്നതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. അത് ശരിയാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലൊരു ആൻസർ ഫോം ചെയ്യുക, നമ്മളത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.
Then second statement, it was a reaction against the religious bigotry of the British. Okay, ബ്രിട്ടീഷുകാരുടെ മതപരമായ അസഹിഷ്ണുതയോടോ അല്ലെങ്കിൽ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളോടോ ഉള്ള ഒരു പ്രതികരണമായിരുന്നു കുറിച്യ കലാപം എന്നതാണ് സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത്. ഓക്കെ, then statement 3, both കുറിച്യാസ് ആൻഡ് കുറുംബാസ് കണ്ടക്റ്റഡ് ദ റിവോൾട്ട്. അതായത് കുറിച്യാസും കുറുംബാസും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന റിവോൾട്ട് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സോ ഏതൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ്? ഫസ്റ്റ് നമ്മൾ കുറച്ച് മുമ്പേ പഠിച്ചത്, ഇറ്റ് വാസ് എ റെസിസ്റ്റൻസ് അഗൈൻസ്റ്റ് ദ റവന്യൂ കളക്ഷൻ ഓഫ് ദ ബ്രിട്ടീഷ്. അല്ലെ, ബ്രിട്ടീഷുകാരെ നികുതി സ്വീകരിക്കുന്ന രീതിയോടുള്ള ഒരു പ്രതിരോധമായിരുന്നു കുറിച്യ കലാപം എന്ന്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് റൈറ്റ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റൈറ്റ് ആയാൽ തന്നെ എന്താണ്, ഒബ്വിയസ്ലി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് റോങ് ആവും. കാരണം നമുക്ക് മനസ്സിലായി എന്ന കലാപത്തിന്റെ കാരണം എന്ന് പറയുന്നത് റവന്യൂ പോളിസി ആയിരുന്നു. ഒരിക്കലും എന്തല്ല ബ്രിട്ടീഷുകാരുടെ മതപരമായ അസഹിഷ്ണുതയോ അല്ലെങ്കിൽ മതവികാരം വ്രണപ്പെടുത്തുകയോ ചെയ്യുന്ന പ്രവർത്തനങ്ങളായിരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയി കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്നുള്ളത് നമുക്ക് എന്തായാലും പറയാം. ഓക്കെ, then both കുറിച്യാസ് ആൻഡ് കുറുംബാസ് കണ്ടക്റ്റഡ് ദ റിവോൾട്ട്. നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞതേ ഉള്ളൂ. എന്താണ്, കുറിച്യാസും കുറുംബാസും ഒരേപോലെ ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പങ്കെടുത്തിട്ടുണ്ട്. ഓക്കെ, then ഇവിടെ ക്വസ്റ്റ്യൻ വേർഡിംഗ് നോക്കുക, സെലക്ട് ദ റോങ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറഞ്ഞത്. അതായത് താഴെ തന്ന 3 സ്റ്റേറ്റ്മെന്റുകളിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏത് എന്നതാണ് ക്വസ്റ്റ്യൻ. ഏതാണ് തെറ്റാത്ത സ്റ്റേറ്റ്മെന്റ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, തേർഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. കാരണം എന്താണ്, റവന്യൂ പോളിസിക്ക് എതിരെ നടന്ന ഒരു സമരമായിരുന്നു കുറിച്യ കലാപം എന്ന് പറയുന്നത്. ദെൻ അതൊരിക്കലും എന്തല്ല, മതപരമായ അസഹിഷ്ണുതയ്ക്കെതിരോ മതവികാരം വ്രണപ്പെടുത്തുകയോ ചെയ്യുന്ന പ്രവർത്തനത്തിനെതിരെയുള്ള പ്രതിരോധമായിരുന്നില്ല. സോ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ദെൻ ഇനി ഏതെങ്കിലും തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി നമ്മൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വന്നു. ആ സ്റ്റേറ്റ്മെന്റിൽ എന്താ പറയുന്നത്, ബോത്ത് കുറിച്യാസ് ആൻഡ് കുറുംബാസ്. കുറിച്യരും കുറുംബരും എന്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന കുറിച്യ കലാപത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് സ്റ്റേറ്റ്മെന്റ് 3 പറയുന്നത്. അപ്പോൾ അവിടെ തെറ്റായ ആൻസർ എത്രയാണ്? ഓപ്ഷൻ സി, 2 ഓൺലി മാത്രമാണ് തെറ്റായ ആൻസർ. ഓക്കെ, ദെൻ ഇനിയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതാണ്, നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെ. ഏതാണ്? ട്രീറ്റി ഓഫ് വേണാട്. ട്രീറ്റി ഓഫ് വേണാട് എപ്പോഴാണ് സൈൻ ചെയ്തത്? 1723. ഓക്കെ, 1723 ട്രീറ്റി ഓഫ് വേണാട് സൈൻ ചെയ്തത്. ഓക്കെ, സോ അത് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ അത്രയാണ് നമ്മളുടെ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങളത് സോൾവ് ചെയ്യാൻ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. സ്റ്റേറ്റ്മെന്റ് വളരെ വ്യക്തമായിട്ട് തന്നെ വായിക്കണം. സ്റ്റേറ്റ്മെന്റിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണോ ചോദിച്ചത് അല്ലെങ്കിൽ റോങ് സ്റ്റേറ്റ്മെന്റ് ആണോ ചോദിച്ചത് എന്നുള്ള കാര്യമെല്ലാം മനസ്സിലാക്കിയ ശേഷം മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ധൃതി പിടിച്ച് ഒരു ആൻസർ ചെയ്യരുത്. ഓക്കെ, നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് 1723 എന്നുള്ളത് എക്സാക്ട്ലി അറിയാം. അപ്പോൾ നമുക്ക് ഒറ്റ അടിക്ക് തന്നെ മാർക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു സ്ട്രാറ്റജി ഇവിടെ എടുക്കരുത്. സീരിയസ് ആയ സ്റ്റേറ്റ്മെന്റ് വായിച്ച ശേഷം എന്താണ് ചോദിച്ചത് എന്ന് നോക്കിയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചെന്നാർ റിബല്യൻ. എന്താണ് ചെന്നാർ റിബല്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും അത് ആത്മാഭിമാനത്തിന് വേണ്ടി നടത്തിയ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട സമരങ്ങളിൽ ഒന്നായിരുന്നു. അല്ലെ, നമ്മളുടെ തെക്കൻ തിരുവിതാംകൂറിൽ അല്ലെങ്കിൽ തിരുവിതാംകൂറിന്റെ ഒക്കെ സദേൺ പാർട്ടിയിൽ ഇരിക്കുന്ന ചെന്നാർ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് എന്തില്ല, അവരുടെ മാറ് മറയ്ക്കാനുള്ള അവകാശമില്ല. അപ്പൊ അതൊരു ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണെന്നും അത് അവർ തിരിച്ചറിയും. അവരെന്ത് ചെയ്തു, ആ നിർദ്ദേശത്തിനെതിരെ അവർ ധാരാളം പ്രചാരണം നടത്തുകയും അവരൊരു പ്രോപ്പർ ആക്ടിവിസം തന്നെയായിരുന്നു. അല്ലെ, അവരെന്താണ്, മേൽമുണ്ട് ധരിച്ചും ജാക്കറ്റ് ഇട്ടും മേൽമുണ്ട് ധരിച്ചും എല്ലാം മറ്റ് ഹയർ കാസ്റ്റുകൾ എന്നെല്ലാം പറയപ്പെടുന്നവരുടെ വേഷവിധാനം അതേപോലെ അനുകരിച്ചു. അപ്പൊ അതിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായി, അപ്പർ കാസ്റ്റ് റിയാക്ഷൻസ് അതിനെതിരെ ഉണ്ടായി. ഓക്കെ, ദെൻ ആ അവസരത്തിലാണ് എന്ത് ചെയ്തത്, കേണൽ മുൺട്രോ അല്ലെ, അതായത് ക്രിസ്ത്യൻ മതത്തിലേക്ക് മതപരിവർത്തനം നടത്തിയ ചെന്നാർ യുവതികൾക്ക് എന്തുണ്ട്, മേൽമുണ്ട് അല്ലെങ്കിൽ ജാക്കറ്റ് ധരിക്കുന്നതിനുള്ള അവകാശം അനുവദിച്ചു കൊടുത്തു. ഓക്കെ, സോ അതിനൊക്കെ ഒരുപാട് റാമിഫിക്കേഷൻസ് ഉള്ള ഒരു ഏരിയയാണ്. അപ്പോൾ മതപരിവർത്തനം നടത്തി അല്ലെങ്കിൽ ക്രിസ്തു മതത്തിലേക്കൊക്കെ മാറിയ സ്ത്രീകൾക്ക്, ചെന്നാർ സ്ത്രീകൾക്ക് എന്തുണ്ട്, മേൽക്കുപ്പായം ധരിക്കുന്നതിനുള്ള അവകാശം കേണൽ മുൺട്രോ അനുവദിച്ചു കൊടുത്തു. ദെൻ പിന്നീട് ജൂലൈ 26, 1859 ഉത്രാടം തിരുനാൾ എന്ത് ചെയ്തു, ഇത്തരം മനുഷ്യത്വരഹിതമായ എല്ലാ നിർദ്ദേശങ്ങളും അദ്ദേഹം എന്ത് ചെയ്യാണ്, പിൻവലിക്കുകയാണ് ചെയ്തത്.
അപ്പോൾ നമ്മളുടെ ചെന്നാർ റിബല്യനെ മേൽമുണ്ട് സമരം, അതുപോലെ തന്നെ മാറുമറയ്ക്കൽ സമരം എന്നെല്ലാം പറയും. അപ്പോൾ വലിയ രീതിയിൽ ഈ സമരം പ്രചോദനം ഉൾക്കൊണ്ടത് വൈകുണ്ഠ സ്വാമികളിൽ നിന്നായിരുന്നു. ഓക്കെ, അപ്പോൾ വൈകുണ്ഠ സ്വാമികൾ അവരുടെ ആരായിരുന്നു? ചെന്നാർ റിബല്യന്റെ ഒരു മെന്റർ ആയിരുന്നു. ദെൻ ഈ ഒരു സമരം അല്ലെ, ആത്മാഭിമാനത്തിന് വേണ്ടി നടന്ന ഈ ഒരു സമരം പിന്നീട് വന്ന കേരളത്തിന്റെ ചരിത്രത്തിലും കേരളത്തിന്റെ പൊളിറ്റിക്സിനെ എല്ലാം വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് പോലും അതിന്റെ പലതരത്തിലുള്ള റാമിഫിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളൊന്നും മനസ്സിൽ വെക്കുക. നമുക്ക് ഇതിൽ ആകെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിന്റെ വർഷമാണ് 1859. ദെൻ അതിന്റെ മറ്റു പേരുകൾ മേൽമുണ്ട് സമരം, അതുപോലെ തന്നെ എന്താണ് മാറുമറയ്ക്കൽ സമരം. ദെൻ ആരായിരുന്നു ഇതിന്റെ ഇൻസ്പിറേഷൻ? ഓക്കെ, വൈകുണ്ഠ സ്വാമികളുടെ ആശയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ സമരം മുന്നോട്ട് വന്നത്. പിന്നീട് ആരാണ് ഇത് അവസാനിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ജൂലൈ 26 ആ ഡേറ്റ് ഒന്ന് ഓർക്കുക. ഓക്കെ, ജൂലൈ 26 1859 എന്ത് ചെയ്തു? എല്ലാ ഈ പറയുന്ന ചെന്നാർ സ്ത്രീകൾക്കുണ്ടായ മറ്റ് അവർക്ക് മേൽക്കുപ്പായം ധരിക്കുന്നതിനുള്ള അനുമതി കിട്ടി. ഓക്കെ, സോ അത് ഉത്രാടം തിരുനാളാണ് ആ ഒരു പ്രൊക്ലമേഷൻ നടത്തിയത്. ആ കാര്യം ഒന്ന് ഓർത്തു വെക്കുക. ദെൻ പഴശ്ശി റിവോൾട്ട്. ഓക്കെ, പഴശ്ശിയുടെ കലാപങ്ങൾ നമ്മൾ ഫിലിം എല്ലാം കണ്ടിട്ടുണ്ട് അല്ലെ. പഴശ്ശിയുടെ യുദ്ധങ്ങൾ കമ്പനി കാണാൻ പോകുന്നേ ഉള്ളൂ എന്നുള്ള ഡയലോഗ് ഒക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് പഴശ്ശിയുടെ റിവോൾട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പഴശ്ശി കലാപം എന്താണ്? അപ്പൊ നമുക്ക് കുറച്ച് ഫാക്ടുകൾ നോക്കാം. 1793 മുതൽ 97 വരെയാണ്. അപ്പൊ ഇതും നമ്മളുടെ അഞ്ചുതെങ്ങ് റിവോൾട്ടും തമ്മിൽ മെമ്മറൈസ് ചെയ്യാൻ ഒരു ചെറിയ ട്രിക്ക് ഉണ്ട്. അഞ്ചുതെങ്ങ് റിവോൾട്ട് എവിടെയാണ്? 17,000 തുടങ്ങുന്നതിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അഞ്ചുതെങ്ങ് റിവോൾട്ട് നടന്നത്. ഓക്കെ, പഴശ്ശി റിവോൾട്ട് എങ്ങനെയാണ് നടക്കുന്നത്? 18,000 തുടങ്ങുന്നതിന് കുറച്ച് മുന്നേ ആയിട്ടാണ് പഴശ്ശിയുടെ ആദ്യകാല റിവോൾട്ട് എല്ലാം നടക്കുന്നത്. അപ്പൊ 1793 to 97 ആണ് പഴശ്ശിയുടെ ആദ്യകാല റിവോൾട്ടുകൾ നടക്കുന്ന സമയം. ദെൻ അതിനുശേഷം എന്താണ്? നമ്മുടെ 17-ാം നൂറ്റാണ്ട് തുടങ്ങിയ ശേഷമുള്ള ആദ്യത്തെ 5 വർഷങ്ങൾ 18,000 മുതൽ 18,005 വരെയുള്ള വർഷങ്ങളാണ്. ഓക്കെ, പിന്നീട് എന്തായത്? പഴശ്ശിയുടെ രണ്ടാമത്തെ യുദ്ധങ്ങൾ നടന്നത്. ദെൻ പഴശ്ശി രാജേനെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഓക്കെ, അതൊരു PSC ക്വസ്റ്റ്യൻ ആണ്. സർദാർ KM പണിക്കർ. ഓക്കെ, എനിക്ക് വർഷം മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നില്ല, ഏത് വർഷമാണ് അങ്ങനെ അദ്ദേഹം വിശേഷിപ്പിച്ചത് എന്നുള്ളത് അറിയില്ല. ബട്ട് KM പണിക്കരാണ്. വർഷം ചോദിക്കാനുള്ള സാധ്യത വിരളമാണ്. അപ്പോൾ ചോദിക്കുകയാണെങ്കിൽ സർദാർ KM പണിക്കർ പഴശ്ശി രാജയെ എന്താണ് വിളിച്ചത്? അദ്ദേഹം വിളിച്ചത് കേരള സിംഹം എന്നതായിരുന്നു. ഓക്കെ, അപ്പൊ അത് ഒന്ന് ഓർത്തു വെക്കുക. ദെൻ കുറിച്യ കമ്മ്യൂണിറ്റി ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്? വലിയ രീതിയിൽ പങ്കെടുത്ത ഒരു റിവോൾട്ട് കൂടെയാണ് പഴശ്ശി റിവോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ കുറിച്യാസിന്റെ ലീഡർ നമ്മുടെ പഴശ്ശിരാജയുടെ പ്രധാനപ്പെട്ട സഹായികളായിരുന്നു കുറിച്യ വിഭാഗം എന്ന് പറയുന്നത്. ആ കുറിച്യാസിന്റെ ലീഡറാണ് തലക്കൽ ചന്തു. ഓക്കെ, തലക്കൽ ചന്തു ആണ് കുറിച്യാസിന്റെ ലീഡർ. തുടർന്ന് പഴശ്ശി കലാപം നടക്കുന്ന കാലത്തെ ബ്രിട്ടീഷ് ചീഫ് ആരായിരുന്നു എന്ന് പറയും? ബ്രിട്ടീഷ് ചീഫ് എന്ന് പറയുന്ന ആർത്തർ വെല്ലസ്ലി ആയിരുന്നു. അതായത് ബ്രിട്ടീഷ് ഫോഴ്സിന്റെ ചീഫ് എന്ന് പറയുന്നത് ആർത്തർ വെല്ലസ്ലി ആയിരുന്നു. അതായത് നെപ്പോളിയനെ പരാജയപ്പെടുത്തിയ ആർത്തർ വെല്ലസ്ലി ആണ് പഴശ്ശിയെയും പരാജയപ്പെടുത്താൻ വേണ്ടി വരുന്നത്. അദ്ദേഹം അതിൽ ഇവൻച്വലി സക്സീഡ് ചെയ്യുന്നുണ്ട്. ദെൻ അതിനുശേഷം നമ്മൾ ഓർക്കേണ്ട മറ്റൊരു പേരാണ് തോമസ് ഹാർവേ ബാബർ. ഓക്കെ, അദ്ദേഹം അന്നത്തെ തലശ്ശേരി സബ് കളക്ടർ ആയിരുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഈ രണ്ട് ഒഫീഷ്യൽസിനെ ഒന്ന് ഓർക്കുക, ആർത്തർ വെല്ലസ്ലി ആൻഡ് ഓൾസോ തോമസ് ഹാർവേ ബാബർ. ക്ഷമിക്കണം. സോ പഴശ്ശി കലാപം എന്ന് പറയുന്നത് എപ്പോഴാണ്? 17-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ 1793 to 97. ദെൻ അതിനുശേഷം 17-ാം നൂറ്റാണ്ട് തുടങ്ങിയതിനു ശേഷം 18,000 to 1805. അത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വയ്ക്കുക. ആ വേർഡിംഗ് ഒന്ന് ഓർത്തു വയ്ക്കുക. കേരള സിംഹം. പഴശ്ശിരാജ അറിയപ്പെടുന്നത് കേരള സിംഹം എന്നാണ്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ, പഴശ്ശി മോണുമെന്റ് ഈസ് സിറ്റുവേറ്റഡ് അറ്റ്? എവിടെയാണ് പഴശ്ശിയുടെ സ്മാരകം ഉള്ളത്? കണ്ണൂർ, കോഴിക്കോട്, മാനന്തവാടി, സുൽത്താൻ ബത്തേരി. ഓക്കെ, ആദ്യത്തെ രണ്ടും ഡിസ്ട്രിക്റ്റ് ആണ് അല്ലെ. കണ്ണൂരിലോ കോഴിക്കോടിലോ ഒന്നുമല്ല, നമുക്കറിയാം. വയനാട്ടിലാണെന്ന് അറിയാം, പക്ഷേ എക്സാക്ട് സ്ഥലം അറിയണം. ഓക്കെ, എക്സാക്ട് സ്ഥലമാണ് കുഴപ്പം ചോദിക്കുക. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി അല്ലെ. ഓപ്ഷൻ സി മാനന്തവാടിയാണ് ഇതിന്റെ കറക്റ്റ് ആയ ആൻസർ. സോ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഗ്രൂപ്പ് ഓഫ് പോലീസ് അപ്പോയിന്റഡ് ബൈ ആർതർ വെല്ലസ്ലി ടു ഫൈറ്റ് പഴശ്ശിരാജ. പഴശ്ശിരാജയോട് യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി
ആർതർ വെല്ലസ്ലി ഡെവലപ്പ് ചെയ്ത ഒരു പ്രത്യേക സൈനിക കൂട്ടായ്മയുടെ പേര് എന്ത് എന്നതാണ് ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് മഹേഴ്സ്, ബി തോഗീസ്, സി കോൽക്കർ ആൻഡ് ഡി കുറുംബാസ്. ഓക്കെ, ആരാണ് ആരാണ് പഴശ്ശിയുടെ അല്ലെങ്കിൽ പഴശ്ശിയെ നേരിടുന്നതിന് വേണ്ടി ആർതർ വെല്ലസ്ലി നിയമിച്ച സൈന്യം ഏതാണ്? കോൽക്കർ. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കോൽക്കർ ആണ് കറക്റ്റ് ആയ ആൻസർ. ദെൻ മിലിറ്ററി കമാൻഡർ ഓഫ് പഴശ്ശിരാജ. പഴശ്ശിരാജയുടെ മിലിറ്ററി കമാൻഡർ ആരായിരുന്നു എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ആരായിരുന്നു പഴശ്ശിരാജയുടെ മിലിറ്ററി കമാൻഡർ? നമുക്ക് ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കാം. എടച്ചേരി കുങ്കൻ നായർ, കൈതേരി അമ്പു, ചെമ്പൻ പൊക്കാർ, തലക്കൽ ചന്തു. ഓക്കെ, ഇവരൊക്കെയാണ് നമ്മളുടെ പഴശ്ശിരാജയുടെ പ്രധാനപ്പെട്ട പല സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ. അപ്പൊ ഇതിൽ ചോദിച്ചത് ഇതിൽ ആരാണ് മിലിറ്ററി കമാൻഡർ എന്നുള്ളതാണ് ചോദിച്ചത്. ഇവരെല്ലാം പഴശ്ശിരാജയായിട്ട് ക്ലോസ്ലി അസോസിയേറ്റ് ചെയ്ത വ്യക്തികളാണ്. ബട്ട് ഇവരിൽ ആരാണ് പഴശ്ശിരാജയുടെ സൈന്യാധിപൻ? ആരാണ്? ഓപ്ഷൻ നിങ്ങൾക്കൊക്കെ കിട്ടിക്കാണും എന്ന് വിശ്വസിക്കുന്നു. കൈതേരി അമ്പു. ഓക്കെ, കൈതേരി അമ്പു ആണ് പഴശ്ശിരാജയുടെ മിലിറ്ററി കമാൻഡന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ തലക്കൽ ചന്തുവിന്റെ മോണുമെന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാട്. എവിടെയാണ് തലക്കൽ ചന്തുവിന്റെ മോണുമെന്റ് സ്ഥിതി ചെയ്യുന്നത്? ഓക്കെ, ഓപ്ഷൻ എ മാനന്തവാടി, ഓപ്ഷൻ ബി പനമരം, ഓപ്ഷൻ സി സുൽത്താൻ ബത്തേരി, ഓപ്ഷൻ ഡി കൽപ്പറ്റ. സോ ഏതാണ് ആൻസർ? ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി പനമരമാണ് റൈറ്റ് ആൻസർ. സോ ദെൻ നമുക്ക് ഇനി കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതായത് PSC മുൻകാലങ്ങളിൽ ചോദിച്ച കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. അപ്പൊ നമ്മൾ ക്ലാസ്സിൽ ഇന്ന് എടുത്ത ടോപ്പിക്ക് മാത്രമല്ല ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട മുൻകാലങ്ങളിൽ ചോദിച്ച അല്ലെങ്കിൽ ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അങ്ങനെ ഒരു കുറച്ച് മോഡൽസ് നമുക്ക് എല്ലാ ക്ലാസ്സിലും നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് 2016 ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ: ഹൂ ഫൗണ്ടഡ് ആനന്ദ മഹാസഭ? 1918 ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ആര്? എ സഹോദരൻ അയ്യപ്പൻ, ബി വാഗ്ബടാനന്ദൻ, സി ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി, ഡി ആഗമനാനന്ദ സ്വാമി. ആരാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ലെ. ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ അദ്ദേഹം പാലക്കാടുകാരനാണ്. അദ്ദേഹം എന്തുകൂടെ അറിയപ്പെടുന്നുണ്ട്? അദ്ദേഹം ആലത്തൂർ സ്വാമികൾ എന്നുകൂടെ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അദ്ദേഹം എപ്പോഴാണ് ആനന്ദ മഹാസഭ സ്ഥാപിച്ചത്? 1918. സോറി. ദെൻ ആനന്ദ മതം അദ്ദേഹം സ്ഥാപിച്ചത് എപ്പോഴാണ്? 1919. ഓക്കെ, 1919 അദ്ദേഹം എന്ത് സ്ഥാപിച്ചു? ആനന്ദ മതം സ്ഥാപിച്ചു. അപ്പോ ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി അദ്ദേഹം എന്ത് പേരിൽ കൂടെ അറിയപ്പെടുന്നുണ്ട്? അദ്ദേഹം ആലത്തൂർ സ്വാമികൾ എന്ന പേരിൽ കൂടെ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അപ്പൊ അതൊന്ന് ഓർക്കുക. അദ്ദേഹത്തിന്റെ ജന്മദേശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പാലക്കാടുകാരനാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് 2016 ക്വസ്റ്റ്യൻ ആണ്. ദ ഒറിജിനൽ നെയിം ഓഫ് വാഗ്ബടാനന്ദൻ. വാഗ്ബടാനന്ദന്റെ ശരിയായ പേര്, വലിയ സാമൂഹിക പരിഷ്കർത്താവായിരുന്ന വാഗ്ബടാനന്ദന്റെ ശരിയായ പേര് എന്താണ്? ഓപ്ഷൻ ബി കുഞ്ഞിക്കണ്ണൻ. ഓപ്ഷൻ ബി കുഞ്ഞിക്കണ്ണനാണ് അദ്ദേഹത്തിന്റെ എന്തായ പേര്? ശരിയായ പേര്. അദ്ദേഹത്തിന്റെ ജന്മദേശം എവിടെയാണ്? തലശ്ശേരിയാണ് അദ്ദേഹത്തിന്റെ ജന്മദേശം. അദ്ദേഹത്തിന്റെ ജനന വർഷം എന്ന് പറയുന്നത് എത്രയാണ്? 1885. ഓക്കെ, 1885 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ULCC തുടങ്ങിയത് അല്ലെ. അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടാണ് ഇന്നെല്ലാം കേരളത്തിലെ ഏറ്റവും വലിയ സഹകരണ മേഖലയിലെ നിർമ്മാണ കമ്പനിയായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി, കോപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങുന്നത് വാഗ്ബടാനന്ദന്റെ ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് അല്ലെ. അപ്പൊ അതും ഒരു ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. അതും ഒന്ന് നോട്ട് ചെയ്യുക. സോ നെക്സ്റ്റ്, ഹൂ ഫൗണ്ടഡ് ജാതി നാശിനി സഭ? അതും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് 2016 ക്വസ്റ്റ്യൻ ആണ്. ആരാണ് ജാതി നാശിനി സഭ തുടങ്ങിയത്?
പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നിങ്ങൾ ഒരു തവണ സ്കാൻ ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓപ്ഷൻ എ ആനന്ദ തീർത്ഥനാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഓപ്ഷൻ എ ആനന്ദ തീർത്ഥനാണ് ജാതി നാശിനി സഭ സ്റ്റാർട്ട് ചെയ്തത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പട്ടണം ഉദ്ഖനനം നടക്കുന്ന ജില്ല. ഇത് UPSA ആണ്. ഓക്കെ, UPSAയുടെ ക്വസ്റ്റ്യൻ ആണ്. 2016 UPSA ക്വസ്റ്റ്യൻ ആണ്. പട്ടണം ഉദ്ഖനനം ഏത് ജില്ലയിലാണ് നടക്കുന്നത്? നമുക്കറിയാം അല്ലെ, നമ്മളുടെ പറവൂർ ഏരിയ, അതായത് എറണാകുളം സൈഡിലാണ് പട്ടണം എക്സ്കവേഷൻ നടക്കുന്നത്, ഉദ്ഖനനം നടക്കുന്നത്. കാരണം അവിടെ ഒരു പ്രാചീന ടൗൺ ഉണ്ടായിരുന്നു എന്നുള്ളൊരു സംശയം വരെ. അവിടുത്തെ ജനങ്ങളൊക്കെ പലവിടെയും കുഴിക്കുന്ന സമയത്ത് അവർക്ക് പഴയ ബ്രിക്കുകൾ അതുപോലെ തന്നെ കുടങ്ങളെല്ലാം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് പട്ടണത്ത് ഒരു ഉദ്ഖനനം നടക്കുന്നത്. എറണാകുളം ജില്ലയിലാണ്, നോർത്ത് പറവൂരിലാണ് അത് ഇരിക്കുന്നത്. ഓക്കെ, സോ അത് മറക്കരുത്. ജില്ല എറണാകുളമാണ്. ദെൻ ആനന്ദ മഹാസഭയുടെ സ്ഥാപകൻ, അത് UPSA ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ അത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിലും ഡിസ്കസ് ചെയ്തു. അപ്പൊ അതൊരു റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ആരാണ്? ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി. ഓക്കെ, ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയുടെ ഭാര്യയുടെ പേരെന്താണ്? യോഗിനി മാത. ഓക്കെ, ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിരുന്നു. അദ്ദേഹം ആനന്ദ മതത്തിലാണ് വിശ്വസിച്ചത്. അതായത് മനുഷ്യന്റെ എന്ത് പ്രവൃത്തിയും ആനന്ദത്തിൽ അല്ലെ അധിഷ്ഠിതമായിരിക്കണം എന്നാണ് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി പറഞ്ഞത്. ആ ഓപ്ഷൻ ഡി ആണ്. അതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മളുടെ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആയി. സോഷ്യോ റിലീജിയസ് റിഫോമിന്റെ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആയി. സോ ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ദെൻ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ഇടുക. ഓക്കെ, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. സോ ദെൻ എല്ലാവരും ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസ് എന്ന അൺഅക്കാഡമിയുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ സബ്സ്ക്രിപ്ഷൻ കോഡ് Arun01 എന്നതാണ് എൻ്റെ സബ്സ്ക്രിപ്ഷൻ കോഡ്. അപ്പോൾ നിങ്ങൾ അൺഅക്കാഡമി പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന അവസരത്തിൽ എൻ്റെ സബ്സ്ക്രിപ്ഷൻ കോഡ് ഒന്ന് അടിച്ചു കൊടുക്കുക. ദെൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ അൺഅക്കാഡമി പ്ലസിന് അല്ലെങ്കിൽ ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസിന് ഒരു ടെലഗ്രാം ചാനൽ ഉണ്ട്. ആ ചാനലിൽ കൂടെ എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യുക. So that's all about today's class. Thank you everyone.